കയ്യടികളോടുകൂടെ തന്നെ ശാന്തി മാമിനെ നോക്കി ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. വളരെ പാഷനേറ്റും അതുപോലെ തന്നെ നാച്ചുറൽ ആക്ടിങ്ങും നമ്മളുടെ അടുത്ത് ജെയിൻ ചേട്ടൻ പറഞ്ഞതുപോലെ ഓരോ മൊമെന്റും ക്യാപ്ചർ ചെയ്യുമ്പോൾ നമ്മളുടെ മനം കവരുന്ന വ്യക്തി തന്നെയാണ് മാം. ദി സ്റ്റേജ് ഈസ് യോഴ്സ്. ഗുഡ് ഈവനിങ്. ഇതുപോലെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് ഇത്രയും റോ ആൻഡ് ഇൻറ്റൻസ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടിയത്. ആസ് എൻ ആക്ടർ ഐ തിങ്ക് എല്ലാ ആക്ടേഴ്സിൻ്റെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് മുരളിച്ചേട്ടൻ എഴുതിയ ഒരു കഥാപാത്രം അവതരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കൃഷ്ണകുമാരേട്ടനും മുരളിച്ചേട്ടനും ഭയങ്കര ക്ലിയർ ആയിരുന്നു കാർത്തി എന്ന ക്യാരക്ടർ എങ്ങനെയാണ് കഥയിൽ അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, അവർ കഥയിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് രണ്ടുപേർക്കും ഭയങ്കര വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവരോട് കൊളാബറേറ്റ് ചെയ്യുക എന്നുള്ളതിലായിരുന്നു. പിന്നെ സൗത്ത് ഇന്ത്യയിലെ പല ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന പ്രഗത്ഭരായ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയായിരുന്നു ഇത്. ആര്യ സാർ ആണെങ്കിലും സുനിൽ സാർ ആണെങ്കിലും പിന്നെ നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും പേരെടുത്ത ആക്ടേഴ്സ് ആണെങ്കിലും ഇവരുടെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അനന്തൻകാടിലൂടെ എനിക്ക് കിട്ടിയത്.